വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നിർദ്ദേശത്തെ തുടർന്നെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പരീക്ഷാ ബിൽ ചർച്ചയ്ക്കിടയിലെ രാഹുലിന്റെ പരാമർശം ഭരണ പ്രതിപക്ഷ പോരിനിടയാക്കി. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയാത്തതിന്റെ നിരാശയാണെന്നായിരുന്നു വിമർശനങ്ങൾക്ക് സർക്കാരിന്റെ മറുപടി. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ശബ്ദ വോട്ടോടെ പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വിഡ്ഢി പരാമർശം, RSSനെതിരായ വിമർശനം, വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി തുടങ്ങി രാഹുൽ ഗാന്ധി ഉന്നയിച്ച പല വിഷയങ്ങളും ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചു. വിദ്യാർത്ഥികൾ പങ്കുവച്ച കാര്യമെന്ന് സൂചിപ്പിച്ചായിരുന്നു രാഹുൽ സർക്കാരിനെ ലക്ഷ്യമിട്ട് വിഡ്ഢി പരാമർശം നടത്തിയത്. വിഡ്ഢികൾ വിദ്യാർത്ഥികളെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്നും ദൈവമാണെന്നാണ് സ്വയം കരുതുന്നതെന്നും രാഹുലിന്റെ മുനവെച്ച വാക്കുകൾ. They don't listen. They don't respect other people's truth. So I said, what do you call these people? She said, I call them idiots. ഇതോടെ രാഹുൽ പാർലമെന്ററി മര്യാദകൾ പാലിക്കണമെന്ന ആവശ്യവുമായി ഭരണപക്ഷം രംഗത്ത് വന്നു. ഭരണപക്ഷത്തെ ആരെയും താൻ വിഡ്ഢികൾ എന്ന് വിളിച്ചിട്ടില്ല എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. താൻ സംസാരിക്കുമ്പോൾ ബഹളമുണ്ടാക്കുക ഭരണപക്ഷം പതിവാക്കിയിരിക്കുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ബഹളം തുടർന്നതോടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് ഇടപെട്ടാണ് ഭരണപക്ഷത്തെ ശാന്തരാക്കിയത്. What is going on? कैसे बोल सकते हैं राहुल गांधी जी? आप नेता प्रतिपक्ष हैं, गंभीरता से बात बोलना चाहिए. RSSനെയും രാഹുൽ കടന്നാക്രമിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ആത്മാവ് RSS പിടിച്ചടക്കിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രാലയം നയിച്ചിരുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ അല്ല, RSS ആയിരുന്നു. രാജ്യത്തെ സർവകലാശാല VCമാരുടെ RSS ബന്ധവും ഉദാഹരണമായി രാഹുൽ നിരത്തി. ധർമ്മേന്ദ്ര പ്രധാൻ is a symbol. Your real enemy is the RSS. Keep it in mind. They are the people who are not letting you be students. They are the people who want you to be andhak. കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ വരാത്തതിനെ ചോദ്യം ചെയ്ത രാഹുൽ യുവാക്കളെ അഭിമുഖീകരിക്കാൻ അമിത് ഷായ്ക്ക് ഭയമാണെന്നും ആരോപിച്ചു. അമിത് ഷായുടെ ആജ്ഞപ്രകാരമാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് വെടിവെച്ചതെന്ന ഗുരുതര ആരോപണം രാഹുൽ ഉന്നയിച്ചതോടെ സഭ കലുഷിതമായി. Home Minister of this country does not have the courage to come and sit here. He does not have the courage. രാഹുൽ ഗാന്ധി മാപ്പ് പറയാതെ സഭാ നടപടികളുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലായി ഭരണപക്ഷം. പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടിൽ നിന്ന് നിലപാടിൽ രാഹുലും. ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചു. പിന്നീട് സഭ ചേർന്നെങ്കിലും രാഹുലിനെ പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധി സമരത്തിന്റെ ക്രെഡിറ്റ് എടുക്കാനാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചതെന്ന് ആരോപിച്ചു. പോലീസ് എവിടെയും വെടിവെപ്പ് നടത്തിയിട്ടില്ലെന്ന വിചിത്രവാദവും മന്ത്രി നടത്തി. प्रधानमंत्री आवास 7 LKM के दरवाजे पर जा बैठे. बड़ी विनम्रता से समझाने का प्रयास किया गया कि ये आपको शोभा नहीं देता, तो इन्होंने कहा कि मुझे उठा लिया जाए. പ്രതിപക്ഷ ബഹളത്തിനിടെ ശബ്ദ വോട്ടോടെ പൊതുപരീക്ഷാ ബിൽ ലോക്സഭ പാസാക്കി. ചർച്ച നടക്കുമ്പോഴും ബിൽ പാസാക്കുമ്പോഴും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ ഉണ്ടായിരുന്നില്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.